വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊരു ഫോർക്ക് കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വെന്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി 2 കപ്പ് പച്ചരി ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരിയോ അല്ലെങ്കിൽ ബസ്മതി അരി, ജീരകശാല അരി, ഏതെങ്കിലും അരി യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. 1.5 കപ്പ് തേങ്ങാപ്പാൽ വെച്ചാണ് ഞാനത് അരച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിരിക്കുന്നത്. വലിയ മുട്ടയാണെങ്കിൽ 3 മതി. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ഒരുപാട് കട്ടിയുള്ളതും ആവാൻ പാടില്ല, കട്ടി കുറഞ്ഞതും ആവാൻ പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്ററാണിത്. ഇനി നമുക്ക് സ്റ്റീമർ ചൂടാക്കാൻ വെച്ചിട്ട് അതിന് മുകളിൽ ഞാനിവിടെ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡാണ് എടുക്കുന്നത്. അതൊന്ന് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിച്ചൊന്ന് തടവി എടുക്കാം. ഇത് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ മോൾഡിൻ്റെ 1/4 ഭാഗം നിറയുന്നത് വരെ ആ മാവ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം. ഇനി മസാലയുടെ മുകളിലായിട്ട് ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മോൾഡിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിനെ ഇതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഒട്ടും ഓയിൽ യൂസ് ചെയ്യാതെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ സ്നാക്ക് ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്ന ഷഹലാദാക്ക് വലിയൊരു താങ്ക്സ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.